അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ 6 കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും, ദാരിദ്ര്യത്തൊട്ട് അള്ളാഹു കാക്കും. തീർച്ചയായും ഈ 6 കാര്യം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും വിട്ടുമാറുകയില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഐശ്വര്യം, ഇതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ ബർക്കത്തും സന്തോഷം ആഗ്രഹിക്കുന്നവർ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. ഇത് നമ്മുടെ ജീവിതത്തെ തീർച്ചയായും അപകടത്തിലാക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ, തീർച്ചയായും നമ്മുടെ വീട്ടിൽ നജസ് കുമിഞ്ഞു കൂടുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അത് വീട്ടിൽ നിന്ന് കളയേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, നജസ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ വന്നു. അതിൽ പ്രധാനപ്പെട്ട തന്നെയാണ് ചിലന്തി വല. അതും ഒരു നജസ്സാണ്. അത് ചിലന്തിയുടെ കാഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അത് കുമിഞ്ഞുകൂടുണ്ടാകും. അത് നാം വീട്ടിൽ നിന്ന് മാറ്റിയേ പറ്റൂ. കാരണം ആ നജസ്സുള്ള വീട്ടിലേക്ക് മലക്കുകളുടെ പ്രവേശം ഉണ്ടാവില്ല. നമുക്ക് എല്ലാ ദിവസവും മാറ്റാൻ പ്രയാസമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ടെങ്കിലും വെള്ളിയാഴ്ച, തിങ്കളാഴ്ചകളെ രാത്രികളിലൊക്കെ ചിലന്തി വലകൾ വീട്ടിൽ നിന്ന് മാറ്റണം. കാരണം അത് നജസ്സാണ്. വീട്ടിലൊരിക്കലും നജസ് ഉണ്ടാകാൻ പാടില്ല. നജസ്സെല്ലാം വൃത്തിയായിരിക്കണം. വീട് എന്ന് പറയുമ്പോൾ സുഗന്ധങ്ങളെ കൊണ്ട് പൂരിതമായിരിക്കണം. സുഗന്ധം പൂശി വീട് വളരെ മനോഹരമായിരിക്കണം. കാരണം വീട്ടിലേക്ക് മലക്കുകൾ വരണം. സുഗന്ധമുള്ള വീട്ടിലേക്ക് മലക്കുകൾ വരികയുള്ളൂ. അപ്പം നമ്മുടെ വീട് നജസ്സുകളെ കൊണ്ടാണ് കുമിയുകയാണെങ്കിൽ, തീർച്ചയായും ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ നാം ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ നജസ്സൊക്കെ ഉണ്ടാവാനും മൂത്രിക്കാനൊക്കെ സാധ്യത. അപ്പം തന്നെ വൃത്തിയാക്കി വീട് ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നജസ്സെല്ലാം മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിലന്തി വരെ മാറ്റിവെക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും ദാരിദ്ര്യമുണ്ടാകും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇത് വളരെ പ്രധാനപ്പെട്ടതും തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്ത്രീകൾ, അതായത് എന്താക്കും, പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം രാത്രി കഴുകാതെ ഒരു ഭാഗത്ത് കൂട്ടിവെക്കും, അല്ലെങ്കിൽ സിങ്കിലിങ്ങനെ കൂട്ടിവെക്കും. രാവിലെ കഴുകാന്ന്. കാരണം രാത്രി ഒരുപാട് ജോലി ചെയ്ത് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായും അങ്ങനെ ചെയ്തു പോകരുത് സ്ത്രീകളെ. അത് നാം അന്ന് തന്നെ കഴുകി വൃത്തിയാക്കി തന്നെ ഉറങ്ങാൻ നാം സമയം കണ്ടെത്തണം. അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം മറ്റൊന്നാണ് നാം സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമുള്ള വറക്ക്. പിന്നെ മദ്രസ ഉണ്ടെങ്കിൽ മാത്രമാണ് ചില സ്ത്രീകൾക്ക് സുബഹിക്ക് നിസ്കാരം തന്നെ ഉണ്ടാവുകയുള്ളൂ. മദ്രസ ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്, അന്ന് കിടന്നുറങ്ങാമല്ലോ എന്നുള്ള സന്തോഷം. ചില സ്ത്രീകൾ അള്ളാഹുവിനെ പേടിച്ച് സുബഹി നിസ്കരിക്കും, എന്നാലോ നിസ്കരിച്ചുടനെ കിടന്നുറങ്ങുകയും ചെയ്യും. ഇത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള വറക്ക് ദാരിദ്ര്യത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലൊക്കെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരിക്കലും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള വറക്ക് നാം അത് ഉപേക്ഷിക്കണം. പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ആ ഉറക്കം നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരെ കൊണ്ട് ഉപേക്ഷിക്കണം. അത് വീട്ടിലൊരിക്കലും പാടില്ലാത്തതാണ്. നമ്മുടെ മക്കളൊക്കെ ഉണർത്തണം. ആ സമയത്ത് എല്ലാ മക്കളും ഉണർന്നിരിക്കണം. സുബഹിയുടെ സമയത്ത് കുട്ടികൾ ഉറങ്ങുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. കാരണം അങ്ങനെയുള്ള വറക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും അതുപോലെ കടങ്ങൾ കുമിഞ്ഞുകൂടാനൊക്കെ അത് കാരണമാകും. അതുപോലെ നാലാമത്തൊരു കാര്യം, അതായത് നമ്മുടെ വീട്ട് അടിച്ചു വാരുമല്ലോ, അതിൻ്റെ കച്ചറകൾ ഒരു ഭാഗത്ത് ഞാൻ കൂട്ടിവെക്കുന്ന പതിവുണ്ട്. ചില സ്ത്രീകൾ ഒരിക്കലും വെക്കരുത്. നാം ഈ കച്ചറകൾ ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുകയാണെങ്കിൽ അതും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകരുത്. കാരണം അത് അന്ന് തന്നെ ഉപേക്ഷിക്കുക. അത് വീട്ടിൽ വെക്കരുത്. ഇത് വീട്ടിലിരിക്കുന്ന കാലത്തോളം ആ വീടിൻ്റെ അതിൽ നജസ്സുകളും കുമിഞ്ഞു കൂടിയിട്ടുണ്ടാകും. കാട്ടങ്ങൾ അടിച്ചു വാരുന്ന സമയത്തൊക്കെ ആ അടിച്ചു വാരിയ ഇതെല്ലാം കച്ചറകളെല്ലാം അത് അന്ന് തന്നെ പുറത്ത് കളയുക. അത് വീട്ടിൻ്റെ ഒരു ഭാഗത്ത് വെക്കരുത്. അത് പല കാരണങ്ങളെ കൊണ്ട് ദാരിദ്ര്യമുണ്ടാവാൻ, രോഗങ്ങളുണ്ടാകാനൊക്കെ കാരണമാകും. അത് അന്ന് തന്നെ ഉപേക്ഷിക്കുക. അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതാണ്. അതായത് പലിശ, ബഡ്ഡി, ഇതൊരിക്കലും നാം ചെയ്തു പോകരുത്. ഇത് മറ്റുള്ള കാര്യങ്ങളെപ്പോലെയല്ല, അതിനേക്കാൾ ഗൗരവമുണ്ട്. കാരണം എന്തറിയോ, ഇത് സബൂൽ മൂബിക്കാത്തിൽപ്പെട്ടതാണ്, വലിയ വൻ പാവത്തിൽപ്പെട്ടതാണ്. ഇത് നാം ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ,
ഇത് ചെയ്തുകൊണ്ട് നാം ഉണ്ടാക്കുന്ന മറ്റു സംഭ്രമങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് അപകടമുണ്ടാക്കും. അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന വീടോ അല്ലെങ്കിൽ മറ്റോ നമ്മുടെ വാഹനങ്ങളോ നാം എടുത്താൽ തീർച്ചയായും അതിലൊരു ബർക്കത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തിയിരിക്കുക. കാരണം നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്. ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബഡ്ഡി പലിശയുമായിട്ടുള്ള വിഷയം അതെടുക്കലൊക്കെ വലിയ അഭിമാനവും കക്കലൊക്കെ അഭിമാനം കുറവാണ്. ഇന്നിപ്പോൾ കക്കലും അഭിമാനമായി മാറിയിട്ടുണ്ട്. കാരണം അത് അഭിമാനത്തോടു കൂടി പറയും ഇത് വീട് പണയത്തിലാണ്, എൻ്റെ സ്വർണം പണയത്തിലാണ്, ഒരു അഭിമാനത്തോടു കൂടി. കാരണം ലോൺ മേങ്ങുന്നവനക്ക് വലിയ വിലയും നിലയുമാണ്. അവന് വലിയ അഭിമാനമുള്ളവനായി അഭിമാനം നടിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. തീർച്ചയായും അത് അപകടമാണ്. നമ്മുടെ ഇപ്പോൾ പലിശ ബഡ്ഡി എന്നുള്ളതൊക്കെ വളരെ നിസ്സാരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം കാണുന്നുണ്ട്. ഒരിക്കലും പാടില്ല. നാം അത് തീരെ ഉപേക്ഷിക്കണം. അതൊരിക്കലും ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. ഒരു മുഅ്മിൻ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാനേ പാടില്ലാത്തതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പലിശയെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തീർച്ചയായും പലിശയില്ലാത്ത ജീവിതം വലിയ സന്തോഷം ആനന്ദം ഉണ്ടാകും. പലിശ ഉണ്ടാക്കി നാം കിട്ടുന്ന വീടുകളൊക്കെ തീർച്ചയായും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വാടക വീട്ടിൽ കഴിയേണ്ടി വരും. ഈ പലിശയുടെ വീട് നിർമ്മിച്ച് അതിൽ സന്തോഷം ഉണ്ടാവില്ല. ഭാര്യ മക്കളെപ്പോഴും പിണക്കത്തിലാണ്, അതുപോലെ കുടുംബങ്ങളും പിണക്കത്തിലാണ്. ഒന്നും അവിടെ സന്തോഷം അള്ളാഹു തരുകയില്ല, ഉറപ്പാണ്. എത്ര വലിയ വലിയ വീടുകളുണ്ട്, ആ വീട്ടിൽ നിന്ന് സന്തോഷമില്ലല്ലോ. ഭാര്യ ഭർത്താവിനോട് പിണക്കത്തിലും, ഭർത്താവ് ഭാര്യയോട് പിണക്കത്തിലും, മക്കൾ പരസ്പരം സ്നേഹമില്ല, മാതാപിതാക്കളോട് പരസ്പരം സ്നേഹമില്ല, അയൽവാസികളോട് പരസ്പരം സ്നേഹമില്ല. എന്നും അവരുടെ ജീവിതം സന്തോഷത്തിലില്ലല്ലോ. അതേസമയത്ത് ചട്ടക്കുഴിയിൽ കഴിയുന്ന വീടുകളിലേക്ക് ഒന്ന് പോയി നോക്കണം. എന്തൊരു സന്തോഷമറിയോ, അവരെന്തോ റാഹത്തിൽ കഴിയുന്നറിയോ. ചെറിയ വീടാണെങ്കിലുണ്ടല്ലോ അൽഹംദുലില്ലാ, അവരെ സന്തോഷം കണ്ടാൽ നമുക്ക് അസൂയ തോന്നിപ്പോകും. അത്രയും സന്തോഷമാണ്. പിന്നെ ആറാമത്തൊരു കാര്യമെന്നുള്ളത് നമ്മുടെ വീട്ടിലെ ഡ്രസ്സുകളുണ്ടല്ലോ, വീട്ടിൽ കുമിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതൊന്ന് മടക്കി വൃത്തിയാക്കി ചിട്ടയോട് വെക്കൂല ചില സ്ത്രീകൾ. മടിയന്മാരായ ചില സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. അതൊക്കെ ഒരുക്കി വെക്കണം. അതിങ്ങനെ അത് നമ്മുടെ കട്ടിൽ മേലെയോ ടേബിൾ മേലെയോ പലയിടങ്ങളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന പല വീടുകൾ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്ത് വെക്കരുത്. അത് അന്നന്നത്തെ ഡ്രസ്സ് അന്ന് തന്നെ അത് നല്ല നിലക്ക് മടക്കി ഇസ്തിരിട്ടൊക്കെ ഇട്ട് വളരെ അച്ചകത്ത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കുക. പിന്നെ വലിയ പ്രയാസം കുറേ മക്കളൊക്കെ വീട്ടിൽ മക്കളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. മക്കളോട് അതിനോട് ആ കാര്യങ്ങൾ ചെയ്യാൻ അവരോടും പറയാം. അവരും കൂട്ടി നിർത്തി ആ കാര്യങ്ങൾ നാം വൃത്തിയായി ചെയ്താൽ തീർച്ചയായും അള്ളാഹു സാമ്പത്തികമായ പ്രയാസങ്ങൾ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് ഒരു കടവും ഇടവും ഒന്നുമില്ലാതെ നല്ലൊരു മരണം അള്ളാഹു നൽകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.